നമസ്കാരം. ഏബിൾ ഇന്ത്യ ചാനലിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് GSTR 3Bയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം GSTR 3B ഒരു മന്ത്ലി റിട്ടേൺ ആണ്. നമ്മൾ എല്ലാ മാസവും ഫയൽ ചെയ്യുന്നു. അത് ഫയൽ ചെയ്യുന്നതിൽ എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഒമിഷൻസോ വന്നാൽ നമുക്കത് അടുത്ത മാസത്തെ 3Bയിലോ അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തിലെ ഏതെങ്കിലും 3Bയിൽ കൂടെ നവംബർ 30 വരെയുള്ള ഏതെങ്കിലും 3Bയിൽ കൂടെ അത് കറക്റ്റ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും എറേഴ്സോ അല്ലെങ്കിൽ ഒമിഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നവംബർ 30 ഓഫ് നെക്സ്റ്റ് ഇയർ വരെ ഏതെങ്കിലും 3Bയിൽ കൂടെ അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് അത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. അത് ടേൺ ഓവർ ആയാലും ടേൺ ഓവറുമുള്ള ടാക്സ് ആയാലും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയാലും ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ ഓഫ് 3B എന്നൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് റിവിഷൻ ഓഫ് GSTR 3B. അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി GSTയിലില്ല. നമ്മൾ ഓൾറെഡി ഫയൽ ചെയ്തു പോയ 3B വീണ്ടും എടുത്ത് അത് റിവൈസ് ചെയ്ത് അതിലുള്ള തെറ്റുകൾ തിരുത്തി ഒരു വട്ടം കൂടി അപ്ലോഡ് ചെയ്യുന്ന സംവിധാനം GSTയിലില്ല. അതിന് നമ്മൾ റിവിഷൻ എന്നാണ് പറയുക. റിവിഷൻ ഇല്ല. എന്നാൽ റിവിഷനുമല്ല, എന്നാൽ റെക്ടിഫിക്കേഷനും അല്ലാത്ത ഒരു പുതിയ കാര്യമാണ് GSTയുടെ പോർട്ടലിൽ ഒരു അഡ്വൈസറി ആയിട്ട് വന്നിരിക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, റീസെറ്റ് ആൻഡ് റീഫയലിംഗ് ഓഫ് GSTR 3B. അപ്പോൾ ഇത് ആക്ച്വലി റിവിഷൻ അല്ല, റെക്ടിഫിക്കേഷനുമല്ല. ഇത് ഓൾറെഡി നമ്മൾ ഫയൽ ചെയ്തിട്ടുള്ള 3Bനെ വീണ്ടും ഓപ്പൺ ചെയ്ത് അത് ഒന്നും കൂടി ഫയൽ ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇവർ റീഫയലിംഗ് എന്ന് പറയുന്നത്. അതിനൊരു കാരണമുണ്ട്. അവർ കാരണം പറയുന്നുണ്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടി വരുന്നതെന്ന്. ഇതാർക്കൊക്കെയാണ്? ഫോർ ഓഫ് സം ടാക്സ് പേയേഴ്സ്. അപ്പം എല്ലാവർക്കും അല്ല, ചിലർക്ക് മാത്രം. 9th of April ആ അഡ്വൈസറി GSTയുടെ പോർട്ടലിൽ വന്നിട്ടുള്ളത്. ഈ ഒരു 4 കാര്യങ്ങളാണ് പറയുന്നത്. ഡിയർ ടാക്സ് പേയേഴ്സ്, ദിസ് ഹാസ് റെഫറൻസ് ടു ദ ഫെസിലിറ്റി ഫോർ ഫയലിംഗ് ഓഫ് 3B ഫോർ സം ടാക്സ് പേയേഴ്സ്. ചിലർക്ക് റീഫയലിംഗ്, ഇപ്പോൾ റിവിഷനും അല്ല റെക്ടിഫിക്കേഷനും അല്ല, റീഫയലിംഗ് ചിലർക്ക് മാത്രം അവർ അനുവദിക്കുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ അനുവദിക്കുന്നത്? ഇറ്റ് വാസ് നോട്ടീസ്ഡ് ദാറ്റ് ദർ ആർ സം ഡിസ്ക്രിപ്പൻസീസ്. ചില മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. എവിടെ? ഇൻ ദ റിട്ടേൺസ് ഓഫ് സം ടാക്സ് പേയേഴ്സ് ഡ്യൂറിങ് ദ ഫയലിംഗ് പ്രോസസ്. എന്തുകൊണ്ടാണ്? ഏത് തമ്മിലാണ് വ്യത്യാസം? ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ദ സേവ്ഡ് ഡാറ്റ ഇൻ ദ GST സിസ്റ്റം. അപ്പോൾ സേവ് ചെയ്തിട്ടുള്ള ഡാറ്റയും അതും ആക്ച്വലി ഫയൽഡ് ഡാറ്റയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ GST പോർട്ടലിൽ നമ്മൾ ആദ്യം സേവ് ചെയ്ത ഡാറ്റയും പിന്നീട് ഫയൽ ചെയ്തപ്പോഴും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് സേവ് ചെയ്തത് 100 പക്ഷേ ആക്ച്വലി ഫയൽ ചെയ്തപ്പോൾ 200 കയറിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ സേവ് ചെയ്ത ഡാറ്റ 100 പക്ഷേ സിസ്റ്റത്തിൽ 0 കയറിപ്പോയി. അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു? ഇൻ ദ ഫീൽഡ് ഓഫ് ITC അവൈൽമെന്റ് ആൻഡ് പേയ്മെന്റ് ഓഫ് ടാക്സ് ലയബിലിറ്റി. അപ്പോൾ രണ്ടിലും പ്രശ്നം വന്നിട്ടുണ്ട്. ITCയുടെ എടുക്കുന്നതിലും ടാക്സ് അടയ്ക്കുന്നതിലും വ്യത്യാസം വന്നിട്ടുണ്ട്, മിസ്മാച്ചുകൾ. സേവ്ഡ് ഡാറ്റയും അതുപോലെ തന്നെ ആക്ച്വലി ഫയൽഡ് ഡാറ്റയും തമ്മിൽ. ഓക്കെ, ദ മാറ്റർ വാസ് എക്സാമിൻഡ്. അത് സ്റ്റഡി ചെയ്തു ആൻഡ് ഡെലിബറേറ്റഡ് ബൈ ദ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി ഓഫ് GST കൗൺസിൽ. അത് GST കൗൺസിലിൻ്റെ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി അത് സ്റ്റഡി ചെയ്തു. എന്നിട്ട് ആസ് എ ഫെസിലിറ്റേഷൻ മെഷർ, എന്നിട്ട് ഒരു സൗകര്യം എന്നുള്ള രീതിയിൽ കമ്മിറ്റി ഡിസൈഡഡ് ദാറ്റ് ദീസ് റിട്ടേൺസ് ഷാൾ ബി റീസെറ്റ്. ഇത് റീസെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഫയൽ ചെയ്തിട്ടുള്ളതിനെ വീണ്ടും ഓപ്പൺ ചെയ്ത് റീസെറ്റ് ചെയ്യാൻ ഒരു വട്ടം കൂടി അത് തന്നെ ഫയൽ ചെയ്യിക്കാനായിട്ട് സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ്? ഇൻ ഓർഡർ ടു ഗീവ് ഓപ്പർച്യൂണിറ്റി ടു സച്ച് ടാക്സ് പേയേഴ്സ് ടു കറക്റ്റ് ദ ഡിസ്ക്രിപ്പൻസി. ഈ മിസ്മാച്ച് കറക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു സൗകര്യം അവർ തരികയാണെന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാവർക്കുമല്ല, ചില ആൾക്കാരുടെ കാര്യത്തിൽ മാത്രം. ആരാണ് ഈ ചിലര്? അത് അതിനെ പറ്റിയാണ് രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത്. അക്കോർഡിംഗ്ലി
അതുപ്രകാരം ഓൺലി ദ അഫക്റ്റഡ് ടാക്സ് പേയേഴ്സ് ഹവ് ബീൻ കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോൾ ഇങ്ങനെ അഫക്റ്റ് ചെയ്യപ്പെട്ട ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാരുടെ ടാക്സ് പേയേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. എങ്ങനെ? ഓൺ ദെയർ രജിസ്റ്റേർഡ് ഇമെയിൽ IDs. ഇപ്പം എല്ലാവർക്കും ഇല്ല. ഈ ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റിയുടെ സജഷൻ പ്രകാരം അഫക്റ്റഡ് ആയിട്ടുള്ള ടാക്സ് പേയേഴ്സിനെ ഇമെയിൽ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ അഫക്റ്റഡ് റിട്ടേൺസ് ആർ വിസിബിൾ ഓൺ ദെയർ റെസ്പെക്റ്റീവ് ഡാഷ്ബോർഡ് ഫോർ ദ പർപ്പസ് ഓഫ് റീഫയലിംഗ് വിത്ത് ദ കറക്റ്റ് ഡാറ്റ. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഡാറ്റ ഫയൽ ചെയ്യാനായിട്ട് അവരെ എനേബിൾ ചെയ്തിട്ടുണ്ട്. ദ ടാക്സ് പേയേഴ്സ് ഹു ഹാവ് റിസീവ്ഡ് സച്ച് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയുള്ളവർ ആർ റിക്വസ്റ്റഡ് ടു വിസിറ്റ് ദെയർ ഡാഷ്ബോർഡ്. സൈറ്റിൽ കയറി ഡാഷ്ബോർഡ് നോക്കണം. ആൻഡ് റീഫയൽ 3B ഇത്ര നാൾക്കുള്ളിൽ വിതിൻ 15 days ഓഫ് റിസീറ്റ് ഓഫ് ദിസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഓഫ് സച്ച് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇമെയിൽ കിട്ടി 15 ദിവസത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് റീസെറ്റ് ചെയ്യാൻ അനുവദിച്ചത് നമ്മൾ യൂസ് ചെയ്ത് റീഫയൽ ചെയ്യണം. ഓക്കെ, യെസ്. മൂന്നാമത്, യു മേ റീച്ച് ഔട്ട് ടു യുവർ ജുറിസ്ഡിക്ഷണൽ ടാക്സ് ഓഫീസർ ഓർ മേ റൈസ് ടിക്കറ്റ് ഓഫ് GST ഗ്രീവൻസ് റിഡ്രസൽ പോർട്ടൽ. എന്തിന്? ഇഫ് യു ഫേസ് എനി ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ, ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ വി ഹാവ് ടു കോൺടാക്ട് ദി ജുറിസ്ഡിക്ഷണൽ ടാക്സ് ഓഫീസർ ഓർ മേ റൈസ് ടിക്കറ്റ് ഇൻ ദ പോർട്ടൽ. അവസാനം പറയുന്നു, ഇൻകൺവീനിയൻസ് കോസ്റ്റ് ടു ദ ടാക്സ് പെയർ ഈസ് ഡീപ്ലി റിഗ്രറ്റഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ടാക്സ് പെയറുടെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റായിട്ടല്ല ഇവിടെ വരുന്നത്. ഇത് പോർട്ടലിൻ്റെ ഒരു ഇഷ്യൂ ആണ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അതുകൊണ്ടാണല്ലോ സേവ് ചെയ്ത ഡാറ്റയും ഫയൽ ചെയ്ത ഡാറ്റയും വ്യത്യാസം വരുന്നത്. അപ്പോൾ ഒരു ടാക്സ് പെയറുടെ ഭാഗത്തു നിന്നൊന്നൊരു തെറ്റാണെന്ന് എവിടെയും പറയുന്നില്ല. ചില മിസ്മാച്ചുകൾ ഉണ്ടെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ടെക്നിക്കൽ ഗ്ലിച്ച് മൂലം പോർട്ടലിൽ വന്നിട്ടുള്ളൊരു പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സൗകര്യം ടാക്സ് പെയർക്ക് തരുന്നത്. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഈ ഇൻകൺവീനിയൻസ് ഡീപ്ലി റിഗ്രറ്റഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായി നമുക്ക് ഒരു കറക്ഷൻ ആവശ്യമുണ്ട്, നമുക്ക് റീഫയൽ ചെയ്യേണ്ടതുണ്ട്. എല്ലാവരും അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇമെയിൽ വന്നിട്ടുണ്ടോ എന്ന് ഉടനെ ചെക്ക് ചെയ്യണം. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ റീഫയൽ ചെയ്യണമെന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതുപോലെ പലർക്കും ഇമെയിൽ വന്നതായിട്ട് അറിയുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു ഇത് ഞാൻ കണ്ടത് ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ നല്ലതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഇമെയിൽ വന്നത് ഇങ്ങനെയാണ്. ഡിയർ ടാക്സ് പെയർ, ഇമെയിൽ ഇങ്ങനെയാണ് അവർക്ക് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത്. എ ഡിസ്ക്രിപ്പൻസി ഹാസ് ബീൻ ഒബ്സർവ്ഡ് in your 3B for the tax period August 2017, wherein there is an apparent mismatch between saved value and actual tax liability paid by you. The inconsistency may have arisen from data being saved through different tabs and liability being set off through another tab. അപ്പോൾ ടെക്നിക്കലി ഒരു സൈറ്റിൻ്റെ ഒരു പ്രോബ്ലം മൂലം ഇൻകൺസിസ്റ്റൻസി വന്നത്, ഇൻകൺസിസ്റ്റൻസി മേ ഹാവ് അറൈസൺ വന്നത് ഇതുകൊണ്ടാവാം. സേവ് ചെയ്ത ഡാറ്റ ഒരു ടാബിലും ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്ത് വേറൊരു ടാബിലുമാണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ഇത് ഏത് പീരീഡിലാണ്? ഓഗസ്റ്റ് 2017. അപ്പോൾ ഒരു 5-6 കൊല്ലം മുന്നത്തെ കാര്യമാണ് പറയുന്നത്. ഇത്രയും നാൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് തന്നെ എടുക്കുന്നത്. ഓക്കെ, ഇനി ദ മാറ്റർ ഹാസ് ബീൻ എക്സാമിൻഡ് ആൻഡ് ആസ് എ റിസൾട്ട് ദ റിട്ടേൺ ഫൈൽഡ് ബൈ യു ഹാസ് ബീൻ റീസെറ്റ്. നേരത്തെ പറഞ്ഞ പോലെ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. യു ആർ റിക്വയർഡ് ടു റീഫയൽ 3B ഫോർ ദ aforementioned tax period, ensuring that the correct values of liability and input tax credit in the respective table അത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യാൻ രണ്ടും വേണം. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ശരിക്കും ഫില്ല് ചെയ്യണം, ടാക്സ് ലയബിലിറ്റികളുള്ളത് ഔട്ട്പുട്ട് ടാക്സ് ഒക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ദ റിട്ടേൺ ഇൻ GSTR 3B മസ്റ്റ് ബി ഫയൽഡ് വിതിൻ 15 days ഓഫ് റിസീവിംഗ് ദിസ് ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ, latest by 24/2014, 15 days from reset. Please note that any liability previously paid during the original filing has been reversed. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഓഗസ്റ്റ് 2017 ഒരു 3Bയിൽ മിസ്മാച്ച് ഉണ്ട്, അതുകൊണ്ട് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫയൽ ചെയ്യാനാണ് പറയുന്നത്. അപ്പം അത് ഏത് മാസത്തെയാണ്? ഓഗസ്റ്റ് 2017. അപ്പോൾ ആ പീരീഡിലെ 3B നമ്മൾ ഫയൽ ചെയ്ത നിലയ്ക്ക് അതിൽ കാണിച്ചിട്ടുള്ള ലയബിലിറ്റി ആവില്ല അടച്ചിട്ടുണ്ടാവുക. കാരണം
ഫയല് ചെയ്യപ്പെട്ട പോയത് വേറൊരു ഫിഗറാണ്. ഇപ്പോൾ ലയബിലിറ്റി കാണിച്ചത് 100 കയറിപ്പോയത് 10 90 അടച്ചിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ 10 രൂപ അടച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മിസ്മാച്ച് ഇൻപുട്ടിലാവാം. അപ്പോൾ ഏതിലും ആവാം വ്യത്യാസം. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്ത് പറയുന്നത്? പ്ലീസ് നോട്ട് ദാറ്റ് എനി ലയബിലിറ്റി പ്രീവിയസ്ലി പെയ്ഡ് ഡ്യൂറിങ് ദ ഒറിജിനൽ ഫയലിംഗ് ഹാസ് ബീൻ റിവേഴ്സ്ഡ്. അപ്പോൾ നമ്മൾ അടച്ചിട്ടുള്ള ടാക്സ് അവർ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. ഹാസ് ബീൻ റിവേഴ്സ്ഡ്. കൈൻഡ്ലി എൻഷുർ ദാറ്റ് റിവൈസ് GSTR 3B is filed. ശരിക്കും റിവൈസ് അല്ല, റീഫയലാണ്. 3B is filed with correct and complete liability payment. അപ്പോൾ ഓൾറെഡി അടച്ചത് അവർ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ടേൺ ഓവറൊക്കെ കാണിച്ച് ഫയൽ ചെയ്യാനാണ് പറയുന്നത്. വി അപ്പോളജൈസ് ഫോർ എനി ഇൻകൺവീനിയൻസ് കോസ്ഡ് and urge you to promptly submit the return with accurate information. For any further enquiries, please raise a ticket and provide relevant screenshots. അപ്പോൾ ഇതൊരു ടാക്സ് പെയർക്ക് ഗുണകരമാകത്ത രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് ഇവരിത് പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിലൊരു വലിയ പ്രശ്നമെന്ന് പറയുന്നത്, ഇതൊരു ഫെസിലിറ്റിയാണ് തോന്നിയാലും ഇത് ഒരു നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രൊസീജിയർ അല്ല. കാരണം GST നിയമത്തിന് കൃത്യമായിട്ട് ഔട്ട്പുട്ട് ടാക്സ് എങ്ങനെ കാണിക്കണം, ഇൻപുട്ട് എപ്പോൾ എടുക്കണം എന്നൊക്കെ കൃത്യമായിട്ട് സെക്ഷനിലും റൂളിലും ഫോമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപ്രകാരം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്നത് നിയമം, ഇതിന് കൃത്യമായിട്ടൊരു നിയമമൊന്നുമില്ല. ഇതൊരു അഡ്വൈസറി പോലെ. നിയമം എന്ന് പറഞ്ഞാൽ ആക്ട്, റൂള്, നോട്ടിഫിക്കേഷൻ, സർക്കുലേഴ്സ്, ഓർഡേഴ്സ് അങ്ങനെയുള്ള ഏതിൽ കൂടെയെങ്കിലും വരണം. ഇതൊന്നും അല്ലാതെ ഒരു അഡ്വൈസറി പോലെ ഇഷ്യൂ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതുപ്രകാരം നമ്മൾ ചെയ്താൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റഡ് ആവും. ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് വരാൻ പോണത്. കാരണം ഇത് നമ്മളിപ്പോൾ ടേൺ ഓവറിലുള്ള ടാക്സാണ് മിസ്മാച്ച് വന്നിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു മാസം, ഇപ്പോൾ ഓഗസ്റ്റ് 2017 നമ്മൾ 100 രൂപ അടയ്ക്കാണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 10 രൂപ അടച്ചിട്ടുള്ളൂ, 90 രൂപ അടച്ചിട്ടില്ല. ഈ മിസ്മാച്ച് മൂലം വെച്ചോളൂ. ഈ 90 രൂപ പിന്നീട് നമ്മൾ ഏതെങ്കിലും 3Bയിൽ കൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും DRC 03 വഴിയോ ഒക്കെ അടച്ചു പോയിട്ടുണ്ടാവും. കാരണം എന്താ, ഇപ്പോൾ 17-18 പീരീഡിലത്തെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ റിക്കൺസീലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് വർക്ക് കഴിഞ്ഞു. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മിസ്മാച്ച് കണ്ടപ്പോൾ ആ ടാക്സ് അടച്ചു കഴിഞ്ഞു. അതൊക്കെ DRC 03 അടച്ചു പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രൂട്ടിനിക്ക് എടുത്തപ്പോൾ അത് അടച്ചു പോയിട്ടുണ്ടാവും DRC 03 വഴി. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ GST ഓഡിറ്റിന് എടുത്തപ്പോൾ അടച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ ഏതൊക്കെ രീതിയിലൊക്കെ അടച്ചു പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അടയ്ക്കാൻ വിട്ടുപോയ ടാക്സൊക്കെ ഓൾറെഡി നമ്മൾ DRC 03 കൂടെ പിന്നീടൊക്കെ അടച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി 5 കൊല്ലം 6 കൊല്ലം മുന്നത്തെ ഒരു GSTR 3B റീഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ അടച്ച പൈസയ്ക്ക് ഞങ്ങൾ റിവേഴ്സ് ചെയ്തു ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പ്രീവിയസ്ലി പെയ്ഡ് ഡ്യൂറിങ് ഒറിജിനൽ ഫയലിംഗ് ഹാസ് ബീൻ റിവേഴ്സ്ഡ് എന്ന് പറയുന്നു. പക്ഷേ ഇത് അവർക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ചിലപ്പോൾ DRC 03 കൂടെയും ആ ഷോർട്ട് ഫോൾ അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞാലൊന്നും അത് നിയമത്തിൻ്റെ ഉള്ളിലുള്ളൊരു കാര്യമാവുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇൻപുട്ടിൻ്റെ കാര്യത്തിലായാലും ഈ പ്രോബ്ലം ഉണ്ട്. കാരണം ഇൻപുട്ട് നമുക്ക് 100 രൂപ ഇൻപുട്ട് എടുക്കാമായിരുന്നു. പക്ഷേ അതിൽ മിസ്റ്റേക്ക് മൂലം അത് 0 ആയി കയറിപ്പോയി എന്ന് വയ്ക്കുക. അപ്പോൾ ആ ഇൻപുട്ട് എടുത്തില്ല. ചിലപ്പോൾ പിന്നീടുള്ള മാസങ്ങളിൽ 3Bയിൽ ആ ക്രെഡിറ്റ് എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇത്രയും നാളായിട്ട് എടുത്തിട്ടുണ്ടാവില്ല, 5-6 കൊല്ലമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ഇനി ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, സെക്ഷൻ 16(4) പ്രകാരം അത് ടൈം ബാറായി കഴിഞ്ഞു. അപ്പം അങ്ങനെ ടൈം ബാറായി പോയ കേസിലാണ് ഇപ്പോൾ 6 കൊല്ലം മുന്നത്തെ ഓഗസ്റ്റിലെ GSTR 3B റീഓപ്പൺ ചെയ്ത് അതിൽ ഇൻപുട്ടൊക്കെ നിങ്ങൾ കാണിക്കാൻ പറയുകയാണ്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഇൻപുട്ട് അവൈൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്ഷൻ 16(4) വയലേഷൻ ആയി കഴിഞ്ഞു. കാരണം സെക്ഷൻ 16(4) എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് 2017 ക്രെഡിറ്റ് എടുക്കാനുള്ള ടൈം ലിമിറ്റ് നമുക്ക് 17-18 ക്രെഡിറ്റ് എടുക്കാൻ 18-19 മാർച്ച് 2019 വരെ സമയമുള്ളൂ. ഇപ്പം നമ്മൾ ഇരിക്കുന്ന 2024 അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് GSTR 3B ഫയൽ ചെയ്യുന്നതിൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ഓഗസ്റ്റ് 2017 ക്രെഡിറ്റ് എടുക്കാൻ വിട്ടുപോയത് ഈ മിസ്മാച്ച് മൂലം അല്ലെങ്കിൽ ടെക്നിക്കൽ ഗ്ലിച്ച് മൂലം വിട്ടുപോയത് ഇപ്പോൾ നമ്മൾ, അതായത് 2024 നമ്മൾ റീസെറ്റ് ചെയ്തെടുക്കുമ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് പഴയ ഡേറ്റ് തന്നെ കണക്കാക്കും എന്ന് പറഞ്ഞാലാണ് അത് പ്രശ്നമില്ലാതിരിക്കുകയുള്ളൂ, 16(4) തടസ്സമില്ലാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക്
റീഫയൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോഴാണ് നമ്മൾ റീഫയൽ ചെയ്യുന്നത്. അപ്പോൾ റീഫയൽ ചെയ്യുന്ന ഡേറ്റ് ആണ് റിട്ടേൺ ഫയൽ ചെയ്തതായിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സ്റ്റാൻഡ് ഡിപ്പാർട്ട്മെൻ്റ് എടുത്താൽ ഇത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യമാണെങ്കിൽ അവർ പറയും, ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാനുള്ള സാധ്യത എന്താണ്, അവർ പറയും നിങ്ങൾ ഇപ്പോഴാണ് റീഫയൽ ചെയ്തത്, അപ്പോൾ അന്നേ നിങ്ങൾ ടാക്സ് അടയ്ക്കണമായിരുന്നു, അപ്പം അന്ന് മുതൽ ഇന്ന് വരെയുള്ള പലിശ നിങ്ങൾ അടയ്ക്കണം. അപ്പോൾ ഇൻപുട്ടിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന പലിശ ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്വൈസറി ഇറക്കിക്കൊണ്ട് ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു മെത്തേഡല്ല. കാരണം നിയമത്തിൻ്റെ പുറത്താണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നാൽ ശരിക്കും GST നിയമത്തിൽ തന്നെ സെക്ഷൻ 148 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും പുതിയ പ്രൊസീജിയർ ഗവൺമെൻറ് കൊണ്ടുവരാൻ സാധിക്കും. GST കൗൺസിലായിട്ട് റെക്കമെൻഡ് ചെയ്തതിന് ശേഷം GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിന് ചില പുതിയ പ്രൊസീജിയറുകൾ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ സെക്ഷൻ പ്രകാരം, സെക്ഷൻ 148 പ്രകാരം ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ വഴി ഇങ്ങനെയുള്ള റീഫയൽ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഗവൺമെൻറ് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ടുവരേണ്ടതാണ്. എന്നാലാണ് ഔട്ട്പുട്ട് ടാക്സിൻ്റെ കാര്യത്തിലായാലും ഇൻപുട്ടിൻ്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇതിന് യാതൊരു ക്ലാരിറ്റിയുമില്ല. ഇത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഗവൺമെൻറ് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ഗവൺമെൻറ് ഒരു പ്രത്യേകിച്ച് സെക്ഷൻ 148 വഴി ഒരു നോട്ടിഫിക്കേഷൻ തന്നെ ഇറക്കേണ്ടതാണ്. എന്നാലാണ് ഈ പ്രശ്നം, ഈ കാര്യം ഇതൊരു സൗകര്യമാണെന്നാണ് പറയുന്നത്, അത് ശരിക്കും ഒരു സൗകര്യമാവണമെങ്കിൽ ആ രീതിയിൽ ചെയ്യണം. അല്ലാതെ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് കൺഫ്യൂഷൻ ഇനിയും ഉണ്ടാക്കും. ഓൾറെഡി ഈ കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ആൾക്കാർ സോൾവ് ചെയ്ത് കഴിഞ്ഞതാണ് പല രീതിയിൽ. പക്ഷെ അത് വീണ്ടും റീഓപ്പൺ ചെയ്ത് അതിൽ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കി അത് ഒരു ബുദ്ധിമുട്ടിലേക്ക് വരാതിരിക്കണം. അതിന് ഗവൺമെൻറ് ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷനാണ് ഇറക്കേണ്ടത് 148 പ്രകാരം, അത് അല്ലെങ്കിൽ ഒരു സർക്കുലറെങ്കിലും ഇഷ്യൂ ചെയ്ത് ഇത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. കാരണം ഇത് പ്രകാരം ചെയ്താലും ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന വ്യൂ എന്തായിരിക്കും, അഡ്വൈസറി പ്രകാരം നിങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിന് യാതൊരു വാലിഡിറ്റിയും ഇല്ല. കാരണം അഡ്വൈസറി ഒരു നിയമമല്ലല്ലോ, അഡ്വൈസറിക്ക് യാതൊരു വാലിഡിറ്റിയും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇതിനെ ഈ പറയുന്ന പ്രൊസീജിയർ അത് നിയമത്തിനുള്ളിൽ ആക്കി മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.